ഗുഡ് മോർണിംഗ്. അപ്പോൾ ഓണാഘോഷത്തിൻ്റെ എല്ലാത്തിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾ കണ്ടു. അങ്ങനെ കോളേജ് അടച്ചു. അതുകൊണ്ട് ഞങ്ങൾ 3 പേരും ഒരുമിച്ചുള്ള വീഡിയോ ഇടയ്ക്കിടയ്ക്കൊക്കെ വരുള്ളൂ. ഇനി കോളേജ് ഒന്ന് ഓപ്പൺ ആവണം. പക്ഷെ ഞങ്ങൾ 3 പേരും വീട്ടിൽ ഓരോ കാര്യങ്ങളിൽ ബിസിയാണ്. ഓണമൊക്കെ അല്ലേ. അപ്പോൾ ഇന്ന് എൻ്റെ വ്ളോഗിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മക്കൾക്ക് സ്കൂൾ ക്ലോസ് ചെയ്തിട്ടില്ല. അവർക്ക് ഇന്നാണ് ഓണാഘോഷം. അപ്പോൾ അവരെ ഒന്ന് റെഡിയാക്കിയിട്ട് സ്കൂളിൽ രാവിലെ കൊണ്ടുവിടാം. അപ്പോൾ പോയിട്ട് വരാം. ഓണാഘോഷത്തിന് ഞാൻ റെഡിയാവാണ് ഗൈസ്. ഹാപ്പി ഓണൊക്കെ ഹാപ്പി ഓണം. ഓ അപ്പൊ ഞങ്ങള് സ്കൂളിലേക്ക് പോവാണ് അല്ലേ. ദേവന്റെയും നന്ദുവിന്റെയും സ്കൂളിലേക്ക് പോവാണ്. അപ്പൊ ഇന്ന് അവർക്ക് ഓട്ടോക്ക് പോവാൻ വയ്യ. ധാവണിയൊക്കെ എടുത്തോണ്ട് സ്കൂളിലെത്തിയിട്ട് കാണാം. നമ്മളിപ്പോ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിന്ന് ചെറിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പ്രോഗ്രാം എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഒരു വനിതാ ക്യാമ്പ് ഉണ്ടായിരുന്നു. രാവിലെ 10 മണി മുതൽ ഏകദേശം ഒരു 3:30 വരെ ആയിരുന്നു എൻ്റെ സമയം. ഞാനതിൻ്റെ കുറച്ച് നേരത്തെയൊക്കെ ആയിട്ട് ഇറങ്ങി. ചെറിയൊരു പരിപാടി കാരണം പരിപാടിക്ക് ക്യാമ്പ് നല്ല രസമുള്ളൊരു ക്യാമ്പായിരുന്നു. പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം ഉണ്ടായിരുന്നു. അതുപോലെ സുഹറ മമ്പാട് ഉണ്ടായിരുന്നു. പിന്നെ ഓണം വെക്കേഷനാണ്. ഓണം വെക്കേഷൻ്റെ 2ാമത്തെ ദിവസമാണ്. അപ്പോൾ ഓരോരുത്തരും 3 പേരും 3 വീടുകളിലായിട്ടാണ്. മറ്റേ നമ്മൾ കോളേജിൽ വരുന്ന സമയത്ത് നമുക്ക് ഒന്നിച്ചൊരു വ്ളോഗ് എടുക്കാൻ പറ്റിയിരുന്നു. അപ്പോൾ 3 പേരും 3 സ്ഥലത്താണ്. എന്നാലും ഞങ്ങൾ അടുത്തടുത്ത് തന്നെയാണ്. പിന്നെ ഹാജറ മിസ്സിന് ഇന്നത്തെ വ്ളോഗ് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഹാജറ മിസ്സിന് ചെറുതായിട്ട് പനി പിടിച്ച്. അപ്പോൾ പനി പിടിക്കുക എന്ന് പറഞ്ഞാൽ പിള്ളേർ കൊടുത്ത പണി തന്നെയാണ്. ഇവിടെ ഒരാൾ വരുന്നുണ്ട്. റാണി വരുന്നു. എൻ്റെ മോള് വന്ന് സ്കൂള് വിട്ടിട്ട്. നിങ്ങളുടെ സ്കൂള് മാത്രം അടച്ചില്ല ഐശോ. എന്നാ അടക്കണേ? നാളെ ഓണപ്പരിപാടി. ഇവരുടെ ഓണപ്പരിപാടി നാളെയാണ്. എൻ്റെ മോള് ക്ഷീണിച്ച് വന്ന്. ഐശു അമ്മക്ക് വിശക്കണുണ്ട്. ഐശു ഇതെൻ്റെ ഷെഫ് മോളാണ് കേട്ടോ. നല്ല കുക്ക് ചെയ്യാൻ വെക്കും. അപ്പോൾ ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റാണ്. മകള് വരുന്നു, മമ്മാക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്നു. നടക്കൂ വരൂ. എൻ്റെ ഐഷു ആണത് പ്രിപ്പയർ ചെയ്യണത്. പക്ഷെ അവൾക്ക് ക്യാമറയുടെ മുന്നിൽ വരാൻ ഭയങ്കര നാണാണ്. അതുകൊണ്ട് ക്യാമറ ഞാനതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയും എന്നുള്ള ഭീഷണിയൊക്കെ തന്നിക്കണ്. അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല ഗൈസ്. എന്താ സുഖമുള്ള ഏർപ്പാടല്ലേ ഷോ. കട്ട് ചെയ്യാണ്ട് മതിടാ. അടുത്തത് എന്താ? സവാള വേണോ? ക്യാരറ്റ് വേണ്ടേ? ക്യാരറ്റ് ഇഷ്ടമല്ല. കണ്ണിന് കാഴ്ച കൂടും. ഈ മൊബൈലൊക്കെ കൂടുതൽ കാണരുത്. ക്യാരറ്റ് നല്ലതാ, സ്പെഷ്യലി എന്നെപ്പോലുള്ള ആൾക്കാർക്ക്. കത്തിക്ക് അടുപ്പ് എത്താനൊക്കെ പഠിപ്പിച്ചിരിക്കണം. ഫുള്ള് കത്തിയിട്ടില്ല ഐശു. എൻ്റെ വെള്ളം നിൽക്കുന്നുണ്ടാവും. ഐശു ബട്ടറോ ഷെഫ് എന്തൊക്കെയാ ഇതിലിട്ടിക്കണത്? സവാളയും പിന്നെ ക്യാബേജും. കുറച്ചും കൂടി എണ്ണ വേണ്ടേ?
വായിഷാന്റെ നൂഡിൽസ് സെറ്റ് ആയിട്ടുണ്ട്. ഇത് കഴിച്ചു നോക്കി അറിയാം നൂഡിൽസ് തന്നെയാണോ ആയിട്ടുള്ളത് എന്നുള്ളത്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നൂഡിൽസ് വെച്ച ചട്ടിയോടൊക്കെ തിന്നണത്? പാത്രം എടുത്ത പാത്രം കഴുകണ്ടേ വിചാരിച്ചില്ല, ചട്ടീനെ കൊടുത്തിട്ട് കഴിക്കണ ഐറ്റംസ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ആജു എവിടെ ചോദിക്കരുത്, അജുവിന് സുഖമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇന്ന് ആജുവിൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം. ബൈ.